അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒമാനിൽ മൊബൈൽ എന്ന സ്ഥലത്തുനിന്ന് അസൈബ എന്നൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയായിരുന്നു. ഒരു 10:30 ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മെയിൻ്റനൻസ്, അതേപോലെ പുതിയ പ്രോജക്ട്സൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗാണ്. അപ്പോൾ സമയം ഒരു 10 മണിയാകാനായി. ഇപ്പോൾ കൂടുതലായി എല്ലാ ആളുകളും പലതരത്തിലുള്ള യാത്രകൾ ചെയ്യുന്നതാണ്. ഈ യാത്രയിലൊക്കെ പല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനുണ്ട്. നല്ല നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട്, നല്ല നല്ല കൾച്ചർ, ഒരുപാട് വിഷയങ്ങൾ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. യാത്ര ചെയ്യാത്ത ആരും ലോകത്തില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഓരോ യാത്രയിലും വ്യത്യസ്തമായിട്ടുള്ള പാഠങ്ങൾ പഠിക്കാനുണ്ട്. നമുക്കൊരാളെ മനസ്സിലാകണമെങ്കിൽ അയാളുടെ കൂടെ അല്പമൊന്ന് യാത്ര ചെയ്താൽ അയാളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തിയെക്കുറിച്ചോ വ്യക്തിത്വങ്ങളെക്കുറിച്ചോ ഒരാളുടെ സ്വഭാവത്തെക്കുറിച്ചോ ഒരാളുടെ എന്ത് വിഷയവുമായാലും ആ ഒരു വ്യക്തിയുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യക്തിയിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. അതിൽ നന്മകളുണ്ടാകും, തിന്മകളുണ്ടാകും. നന്മകൾ പഠിക്കാനും തിന്മകൾ പഠിക്കാനും യാത്രകളിൽ നിന്ന് പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്ത് പഠിക്കാനുള്ള പല വിഷയങ്ങളും അതിൽ ചിലത് നമ്മളെ ജീവിതത്തിൽ പകർത്താൻ ഉള്ള നല്ല കാര്യങ്ങളാകാം, ചിലത് നമ്മളതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട കാര്യങ്ങളാകാം, അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വ്യത്യസ്ത തരത്തിലുള്ള സ്ഥലങ്ങളും യാത്രകളുമായിട്ട് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. രാവിലെ തന്നെ കുറച്ച് തിരക്ക് കുറവാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് സാധാരണ ഈ സമയത്തൊക്കെ ചിലപ്പോൾ തിരക്ക് ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കൂടുതലായിട്ട് ഇൻറ്റീരിയർ ഡെക്കോർ, ബിൽഡിംഗ് മെയിൻ്റനൻസ് വർക്കൊക്കെ അധികവും രാത്രിയാണ് ചെയ്യാറുള്ളത്. കാരണം രാത്രി കുറേ തിരക്കുകൾ ഒഴിവായി കിട്ടും. റോഡ് കുറച്ചും കൂടി ഫ്രീ ആവും. മറ്റുള്ള ഡിസ്റ്റർബൻസൊക്കെ കൂടുതലും ഒഴിവാകും ഈ രാത്രിയാകുന്ന സമയത്ത്. അപ്പോൾ ഇന്ത്യയിലായാലും ഒമാനിലായാലും UAE, സൗദിയ, മറ്റ് ഏത് രാജ്യങ്ങളിലായാലും പുതിയതായി ഹൈപ്പർ മാർക്കറ്റ്
തുടങ്ങുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, കഫ്റ്റീരിയ, ഓഫീസ്, ഷോറൂം, ഷോപ്പ്, ഇതൊക്കെ പുതുതായി തുടങ്ങുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളത് റിനോവേറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ സൈൻ ബോർഡ് അടക്കം ഉള്ള A to Z കാര്യങ്ങൾ നമുക്ക് നല്ല പ്രൈസിലും നല്ല ക്വാളിറ്റിയിലും ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോജക്റ്റ് ഒമാനിൽ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്, UAE ചെയ്തിട്ടുണ്ട്, ഖത്തറിൽ ചെയ്തിട്ടുണ്ട്, ലിബിയയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാത്ത രാജ്യങ്ങളിലേക്കും മറ്റ് കമ്പനികളുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് ഇൻവോയ്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവിടെയുള്ള ലോക്കൽ മാൻ പവറൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് എവിടെയാണോ സൈറ്റ് വരുന്നത് അതിൻ്റെ നിയറസ്റ്റ് ലേബേഴ്സാണ് നമ്മൾ ഉപയോഗിക്കാൻ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ വർക്ക് നിയറസ്റ്റ് ഇലക്ട്രീഷ്യനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂ വന്നാലും ആ നിയറസ്റ്റ് ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് ഒരു കോള് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും എളുപ്പമായിരിക്കും. അങ്ങനെ ഓരോ കാര്യവും അടുത്തുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുക. ഇപ്പോൾ UAE സൈൻ ബോർഡിൻ്റെ ലെറ്റേഴ്സ് ഉണ്ടാക്കാൻ ഷാർജയിൽ നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്. ഒമാനിലും ഫെസിലിറ്റി ഉണ്ട്. ഇന്ത്യയിലും ഫെസിലിറ്റി ഉണ്ട്. എവിടെയാണോ നിങ്ങളുടെ സൈറ്റ് ലൊക്കേഷൻ വരുന്നത് അവിടെയുള്ള നിയറസ്റ്റ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് A to Z കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. ഫർണിച്ചേഴ്സ്, ഹൈപ്പർ മാർക്കറ്റിൻ്റെ ചൈന, അതേപോലെ തുർക്കി, അങ്ങനെ പല രാജ്യത്തിൻ്റെ ഫർണിച്ചേഴ്സ് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ല പ്രൈസിൽ. തുർക്കിയുടെ HMI എന്നുള്ള ബ്രാൻഡാണ് കൂടുതൽ ക്യാരി ഫോർ പോലത്തെ പ്രോജക്റ്റ്. അബുദാബി, ജിയാൻ്റെ പോലത്തെ പ്രോജക്ട്സിലൊക്കെ കൂടുതൽ ഉപയോഗിച്ചത്. അതുകൊണ്ട് തുർക്കി, ചൈന ഇതിലൊക്കെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫർണിച്ചർ സപ്ലൈയും ഇൻസ്റ്റലേഷനും ചെയ്യാൻ പറ്റും. ഹൈപ്പർ മാർക്കറ്റിൻ്റെ അവിടുത്തെ ഡ്രോയിങ് ഉണ്ടെങ്കിൽ എൻ്റെ ഒമാൻ നമ്പർ വാട്സപ്പ് +968 90286 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. ചെറിയ വർക്കായാലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. വലിയ വർക്കാണെങ്കിൽ നാട്ടിലോ സൗദിയിലോ ഒമാനിലോ UAE എവിടെയാണെങ്കിലും വന്നിട്ട് തന്നെ അത് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ അതിനുള്ള ഫെസിലിറ്റി ചെയ്തെന്നാൽ മതി. ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്രോജക്റ്റ് മാനേജ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും നമുക്ക് ഏത് രീതിയിലുമാണെങ്കിലും നമുക്കത് ഡിസ്കസ് ചെയ്യാം. മാൻ പവർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും, മെറ്റീരിയൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. നമ്മളെ സൈഡിൽ നിന്ന് സൂപ്പർവിഷൻ, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ചെയ്താൽ മതി. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. മെറ്റീരിയൽ ആവശ്യമുള്ള ആളുകൾക്ക് മെറ്റീരിയൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. മാൻ പവർ ആവശ്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ഏത് രീതിയിലും വർക്ക് ചെയ്യാം. ഇനി ഇൻറ്റീരിയർ ഡെക്കോർ ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് കമ്പനീസ് തന്നെ വേറെ ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ വേറെ ചില മേഖലയിലായിരിക്കും. ഷോപ്പ് കുറച്ച് വലിയ സൈസിലുള്ള ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള കീ
ടീമോ എക്സ്പീരിയൻസോ ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ഈ സെയിം വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. കസ്റ്റമറുമായിട്ട് മീറ്റ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് കമ്പനി ഉടമകളായാലും ഇനി അതിൻ്റെ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ആയാലും മാർക്കറ്റിംഗ് ആയാലും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയാലും എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലെവലിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കോപ്പറേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഹൈപ്പർ മാർക്കറ്റുകൾക്ക് ആവശ്യമായ ട്രോളി, കസ്റ്റമേഴ്സ് ട്രോളി, ചൈനൻ്റെ ക്യാൻഡി എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ ബ്രാൻഡിൻ്റെ പ്രൊഡക്ഷൻ ചൈനയിലുണ്ട്. അതിപ്പോൾ അവിടെ ആ ഫാക്ടറി നിർത്തിവെച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഫാക്ടറിയിൽ തന്നെയുള്ള സെയിം പ്രോഡക്റ്റിൻ്റെ സെറ്റപ്പിൽ തന്നെയുള്ള ചൈനൻ്റെ ബ്രാൻഡ്, അതേ ക്വാളിറ്റിയുള്ള കുറച്ചും കൂടി പ്രൈസ് കുറവിലൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് ക്വാളിറ്റി കാരിഫോർ, ജിയാൻഡ്, അബുദാബി കൂപ്പ്, പല ഹൈപ്പർ മാർക്കറ്റുകളിലും വേൾഡ് വൈഡായിട്ട് ഓൾറെഡി സപ്ലൈ ചെയ്യുന്നുണ്ട്. 11 രാജ്യങ്ങളിൽ കാരിഫോർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഷോപ്പിംഗ് ട്രോളി ആവശ്യമുണ്ടെങ്കിൽ നല്ല പ്രൈസ്, നല്ല ക്വാളിറ്റി, പിന്നെ അതിൻ്റെ വീൽസ് അതൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ഏത് രാജ്യത്താണെങ്കിലും. അതുപോലെ ഹൈപ്പർ മാർക്കറ്റ് ഷെൽഫുകൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു ഷെൽഫ് വേറൊരു ഷെൽഫ് ഭാഗത്തേക്ക് മാറ്റാൻ അതിലുള്ള പ്രൊഡക്ട്സൊക്കെ മാറ്റി അത് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതേ സ്ഥാനത്ത് ഒരു യൂണിറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു 10-25 യൂണിറ്റുള്ള ലെങ്ത്ത് ഷെൽഫാണെങ്കിലും അതിന് ഓരോ ലെഗിൻ്റെ ഭാഗത്ത് ഇതിന് ഒരു പ്രത്യേക വീൽസ് വരുന്നുണ്ട്. അത് വെച്ചിട്ട് അത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള മൂവിങ് ഇതിൻ്റെ ടയറുകൾ അവൈലബിൾ ആണ്. അതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. നല്ല വെയിറ്റ് ഉള്ളതാണ്. ട്രോളിൻ്റെ വീല്. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിൽ ആവശ്യമായിട്ടുള്ള എന്തായാലും ഷെൽഫ്, ചെക്ക് ഔട്ട് കൗണ്ടർ, ട്രോളി, സൈൻ ബോർഡ്, പിന്നെ അതിൻ്റെ ഫിറ്റ് ഔട്ട് വർക്ക് എല്ലാം, ടൈൽ വർക്ക്, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, സീലിംഗ്, AC, CCTV, A to Z വർക്ക്, അതിൻ്റെ ഡ്രോയിങ് അടക്കം 3D ഡിസൈനിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും. പുതിയതായി പ്രൊജക്റ്റുകളുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ വാട്സപ്പ് നമ്പർ 90286903 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ നല്ല നല്ല കാര്യങ്ങളുമായി നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ഡിസ്കസ് ചെയ്യാം. ഒമാനിലുള്ള വ്യൂ കണ്ട നല്ല. ഇപ്പോൾ അസൈബ് എത്താനായ സമയത്തുള്ള കാബൂസ് മോസ്ക്, ഇവിടുത്തെ ഒരു ഗ്രാൻഡ് മോസ്കാണ്. ആ ഒരു ഏരിയ ആണ്, മലകളൊക്കെ ഉള്ള. ഒമാനിൽ നല്ല കാണാനുള്ള ഒരുപാട്
സ്ഥലങ്ങളാണ്. ഒരു ഈ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള പോലത്തെ ആളുകൾക്ക് കണ്ടാസ്വദിക്കാനുള്ള ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഒമാനിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ പറ്റുന്ന പരമാവധി കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. നല്ല ശാന്തമായ സമാധാനത്തോടു കൂടിയുള്ള ഒരു നാടാണ് ഒമാൻ. ഇവിടെയുള്ള ആളുകൾ വളരെ സൗമ്യമായി നമുക്ക് പെരുമാറാൻ പറ്റുന്ന ആളുകളാണ്. ഞാൻ ഇവിടുത്തെ ആളാണ്, ഇനി വേറെ പുറത്തുനിന്ന് നമ്മളിപ്പോൾ നാട്ടിൽ ബംഗാളിയാണ്, അത് തമിഴനാണ്, ഇങ്ങനത്തെ ഒരു ഇത് കാണിക്കുന്ന പോലത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും ഒരുപോലെ, ആരും വലുതുമല്ല ചെറുതുമല്ല. നാട്ടിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ പലതരത്തിൽ. ബംഗാളികൾ വോട്ട് ചെയ്യുന്നത് എന്തെല്ലോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് നമുക്ക് തർക്ക വിഷയങ്ങൾ വരുന്നുണ്ട്. അതിൽ അനുകൂലിക്കുന്ന ആളുകളും പ്രതികൂലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ മീറ്റിങ്ങിന് പോകാനുള്ള സ്ഥലം ഏകദേശം എത്താനായി. ഇതൊരു ടെസ്റ്റ് വീഡിയോ ആണ്. എങ്ങനെ ഉണ്ടാകും ഈ തരത്തിൽ വീഡിയോ ചെയ്താൽ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റ് വീഡിയോ ആണ്. ഇതിലുള്ള പോരായ്മകളൊക്കെ മനസ്സിലാക്കി വരും വീഡിയോസിൽ അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒന്നുകൂടി ബെറ്ററാക്കി ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. റോഡൊന്നുമല്ല ഇങ്ങനെ ഷോറൂം ഫോർ റെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് ചില കാഴ്ചകൾ. ഇനിയും പലതരത്തിലുള്ള നല്ല നല്ല കാഴ്ചകൾ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് സമ്മാനിക്കാം എന്നുള്ള വാക്കുകളിൽ, പ്രതീക്ഷകളിൽ നമുക്ക് മുന്നോട്ട് പോകണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമ്മൾ ചെയ്യും. നമുക്ക് ഒരുപാട് ആളുകളിലേക്ക് നല്ല ഒരുപാട് ഗുണങ്ങൾ എത്തിക്കാനുണ്ട്, നന്മകൾ എത്തിക്കാനുണ്ട്, അറിവുകൾ എത്തിക്കാനുണ്ട്. പലതരത്തിലുള്ള വീഡിയോസിലായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ രാവിലെയുള്ള ഒരു വ്യൂ ആണ്. ഒരു 10 മണി സമയത്തായിട്ടുള്ള ഇവിടെയൊക്കെ പാർക്കിങ്ങിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ദൂരത്ത് പാർക്ക് ചെയ്താലും ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാർക്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ പാർക്കിങ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇതൊരു പാർക്കിങ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക്
ബാഗിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആദ്യത്തെ ബാഗ് തീരെ ഇത് ആദ്യത്തെ ബാഗ് അധികം ഞാൻ എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ, കാരണം സൈറ്റിലൊക്കെ പോയിട്ട് അങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണണം, ഒരുപാട് കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും ആളുകൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാനുള്ള പല കാര്യങ്ങളും പദ്ധതികളും ഒക്കെ വെച്ചിട്ട് നമുക്ക് പലതും പ്ലാൻ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.